നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തങ്ങൾക്കുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. ചേർപ്പ് CNN സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചേർപ്പ് ജനമൈത്രി പോലീസും ടീം 360 ചേർപ്പും തമ്മിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SI M അഫ്സൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തങ്ങൾക്കുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്ന പ്രവൃത്തികളാണ് തുടങ്ങിയത്. ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തവും 18 ആറുനാഴി പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. 1443ാമത് ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9 സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. ആ പൂരത്തിനുള്ള കൈപ്പന്തത്തിനുള്ള തുണിയാണ് ഇപ്പോൾ മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആറാട്ടുപുഴ ശാസ്താവിൻ്റെ തിരുവാതിര വിളക്ക്, പെരുവനം പൂരം, തറക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലാണ് കൈപ്പന്തങ്ങൾ പിടിക്കുന്നത്. എഴുന്നള്ളി നിൽക്കുന്ന ശാസ്താവിൻ്റെ തിരുമുമ്പിൽ ആദ്യം ഒറ്റപ്പന്തവും അതിന് പിന്നിലെ മുപ്പന്തവും, മുപ്പന്തത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 6 നാഴി പന്തങ്ങളുമാണ് സാധാരണ പിടിച്ചു വരുന്നത്. ഈ 6 നാഴി കൈപ്പന്തത്തിൻ്റെ ഒരു നാഴി ചുറ്റി തയ്യാറാക്കുന്നതിന് 1/2 കിലോ തുണി വേണം. തിരുപ്പൂരിൽ നിന്നാണ് ഈ തുണി കൊണ്ടുവരുന്നത്. കോട്ടൺ തുണിയാണ്. കോട്ടൺ തുണിയിലെ കഞ്ഞിപ്പശ ഇവിടെ പുഴുങ്ങി അലക്കി പച്ചപ്പട്ട കൊണ്ട് മന്ദാരക്കടവിലെ കൽപ്പടവുകളിൽ വെച്ച് തല്ലി ആ പശ കളഞ്ഞിട്ട് ഇനി ആറാട്ടുപുഴ ക്ഷേത്രത്തിന് മുൻവശത്ത് ഇട്ട് ഉണക്കി തയ്യാറാക്കും. ഈ തുണിയാണ് കൈപ്പന്തം ചുറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. ശാസ്താവിന്റെ തിരുമുൻപിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലുമായി 6 നാഴി പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മുല്ലുമുട്ടിന്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റുന്നതിനായി 1 നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ആദ്യകാലത്ത് വൃശ്ചികത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക. കൊടിയേറ്റം ഏപ്രിൽ 3-നും, തിരുവാതിര വിളക്ക് ഏപ്രിൽ 5-ന് വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ് നടക്കുക. ചേർപ്പ് CNN സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചേർപ്പ് ജനമൈത്രി പോലീസും ടീം 360 ചേർപ്പും തമ്മിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SI M അഫ്സൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെന്നീസ് ഷട്ടിലൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് അന്ന് ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പറയാം, നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള മലയാളികൾ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ലഹരി ഉപയോഗം. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിന്ന് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ, പരിപാടികളൊക്കെ നമ്മൾ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇന്നും
നമ്മളൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം, നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു ലഹരിയാണ് നമുക്ക് ഏറ്റവും വലുത്. ഇപ്പോൾ നമ്മൾ പോലീസുകാരെ തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ സാധാരണ എന്തെങ്കിലും ഡ്യൂട്ടി ആണെങ്കിൽ അവർ ചിലപ്പോൾ നേരത്തെ ഒരു 7 മണിക്ക് വരണം പറഞ്ഞാൽ ആരും വരാൻ താല്പര്യം ഉണ്ടായില്ല. ഇന്നിപ്പോൾ റിൻസിനൊക്കെ തോന്നുന്നു ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് റിൻസിനോടെ 7 മണിയാകുമ്പോഴേക്കും വന്നത്. തീർച്ചയായും ഇന്നലെ നമുക്ക് മനസ്സിലാക്കുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ലഹരിയാണ് ഏറ്റവും വലിയൊരു ലഹരിയെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് വെക്കേഷനൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തുള്ള ഒരുപാട് പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാം. നമ്മുടെ അനിയന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ജനമിത്രയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് സൗഹൃദ മത്സരങ്ങളും പങ്കെടുപ്പിക്കാം. ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നതിന് നമുക്ക് വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. CNN സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടീം 360 വിജയികളായി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു. SI MS ഷൈജു, CPOമാരായ റിൻസൺ, അജിത്, ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട്, KR സിദ്ധാർത്ഥൻ, AS അർജുൻ എന്നിവർ സംസാരിച്ചു. MS അലക്സി, മുഹമ്മദ് അൽതാഫ്, ധനീഷ്, ഷിബിൻ, സതീഷ്, സോഹൻലാൽ, ശ്യാം, പ്രദീപ്, ജിതേഷ്, PB നിതിൻ, ജിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 300 ചില്ലാനം രൂപയാണ് ഒരു വീട്ടിലേക്ക് രാവും പകലും പണിയെടുക്കുന്ന ആശാവർക്കർമാർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 300 രൂപ കിട്ടിയാൽ ഇന്ന് ഒരു കുടുംബം കഴിയാൻ സാധിക്കുമോ, ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ന്യായമായ ഒരു സമരം അവർ നടത്തുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത പിണറായി ഗവൺമെന്റ്, അതിനൊട്ടും അനുകൂലമായി നിൽക്കാത്ത BJPയുടെ കേന്ദ്ര ഗവൺമെന്റ്, ആ ഗവൺമെന്റിനോട് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്, ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ള വേതനം അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അവിടെ ആ ജോലി കഴിഞ്ഞ് റിട്ടയർഡ് ആകുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ വേണമെന്നുള്ള ഒരു ഡിമാൻഡ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ന്യായമായ അവകാശമാണ്. പ്രതിഷേധ ധർണയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആശാവർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരം ഒത്തുതീർപ്പാക്കുക, പഞ്ചായത്തിലെ ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കിഴക്കേനടയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിന് മുൻപിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയൂബ്, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ ട്രഷറർ EM ബഷീർ, നേതാക്കളായ KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രമോദ് കണിമംഗലത്ത്, MK ശ്രീധരൻ, അജയൻ പറവത്ത്, സഗീർ, KR ജോഷി, സുബൈർ ശാന്തിപുരത്ത് എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസ് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ കമ്മിറ്റി പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ പ്രതീകാത്മക ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പ്രതീകാത്മകമായ ഈ സമരം ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ നാട്ടുകാർക്കും അറിയാം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി പൂർത്തീകരിച്ച നിർമ്മാണത്തിന്റെ മുഴുവൻ പ്രവർത്തനവും കഴിഞ്ഞ ഈ സോണൽ ഓഫീസ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ സ്വന്തം താല്പര്യപ്രകാരം മന്ത്രിമാരുടെ സൗകര്യപ്രദമായ സമയം കിട്ടാതെയും മേയറുടെ സമയം കിട്ടാതെയും ഈ ഉദ്ഘാടന പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പടിക്കല അധ്യക്ഷത വഹിച്ചു. സോണൽ ഓഫീസ് ഉടൻ തുറന്നു നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിൻസൺ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലിക്കൽ, കൗൺസിലർമാരായ EV സുനിൽ രാജ്, സനോജ് കാട്ടുകാരൻ, നിമ്മി റപ്പായി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി, NP രാമചന്ദ്രൻ, ശ്രീനാഥ് നന്ദകുമാർ, ടോണി തോമസ്, ജയ മുത്തുപീടുക, ഷോമി ഫ്രാൻസിസ്, ഷീല രാജൻ എന്നിവർ സംസാരിച്ചു.
നേതാക്കളായ ഷാജു തൊമ്മാന, KJ പോളി, ഷാജു അരിമ്പൂർ, വർഗീസ് വല്ലച്ചിറ, ജോൺസൺ മുളങ്ങൻ, ജോജു മൊയ്ലൻ, ആൻഡോ നീലങ്കാവിൽ, ലിബിൻ റാഫേൽ, സനീഷ് മേനാച്ചേരി, ഡേവിസ് കുറ്റിക്കാടൻ, ഫ്രിജോ ഫ്രാൻസിസ്, ആൻഡോ വടക്കേത്തല, വിമൽ വർഗീസ്, സജീവ് മുല്ലപ്പള്ളി, വിഷ്ണുകുട്ടൻ, ജിതിൻ ജോസ്, പ്രസാദ്, ഫെമിൻ KP, വിജയൻ പൊട്ടനാട്, ജോസ് അക്കര, CD റപ്പായി, ടോണി കാരക്കട എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ താലൂക്ക് സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് പ്രീമിയർ ലീഗ് 2025 ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ ക്രിക്കറ്റ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പാറമേക്കാവ് കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ ജില്ലയിലെ 5 താലൂക്ക് ഓഫീസുകളിലും ജില്ലാ കളക്ടറേറ്റും സ്പെഷ്യൽ ഓഫീസുകളിൽ നിന്നുള്ള ടീമും ഉൾപ്പെടെ റവന്യൂ വകുപ്പിലെ 10 ടീമുകൾ പങ്കെടുത്തു. ചാവക്കാട് താലൂക്ക് ടീം ടൂർണമെന്റ് ജേതാക്കളായി. ജില്ലയിൽ ആദ്യമായാണ് IPL നിലവാരത്തിൽ റവന്യൂ വകുപ്പിൽ ജില്ലാ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിനൊപ്പം സംഘടിപ്പിച്ച സൗജന്യ രോഗ രക്തപരിശോധനാ ക്യാമ്പും ശ്രദ്ധേയമായി. റോഡ് അപകടങ്ങളിൽ സൗജന്യ സേവനം നൽകുന്ന ആക്സിന്റെ 18ാമത് ബ്രാഞ്ച് കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആക്സ് ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആംബുലൻസിന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സംവിധായകൻ സത്യനന്ദിക്കാട് മുഖ്യാതിഥിയായി. ആക്സിന് ജില്ലയിൽ 20 ആംബുലൻസുകളാണ് ഉള്ളത്. കാഞ്ഞാണി ബ്രാഞ്ചിന്റെ കീഴിലുള്ള യൂണിറ്റിൽ നിലവിൽ 200ഓളം മെമ്പർമാരുണ്ട്. പുതിയ മെമ്പർമാരെ ചേർക്കാനുള്ള ശ്രമത്തിലാണിവർ. 4 ഗ്രൂപ്പുകളുടെ സഹായത്താലാണ് പുതിയ ആംബുലൻസ് വാങ്ങിയത്. അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ഉടൻ ആശുപത്രിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 24 മണിക്കൂറും ആംബുലൻസ് സേവനം ലഭ്യമായിരിക്കും. സിംല മാളിന് സമീപമാണ് ആംബുലൻസ് ഉണ്ടാകുക. 13 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓക്സിജൻ സൗകര്യത്തോടെ പുതിയ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത്. തുടർന്ന് ആംബുലൻസുകളുടെ റാലിയും സംഘടിപ്പിച്ചു. CPI നാട്ടിക ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലംപറമ്പിലിനെ വലപ്പാട് CI മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ ബിജുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. ബിജുവിന്റെ സുഹൃത്ത് നടത്തിയിരുന്ന പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച കേസിൽ ഏതാനും പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ഇവർ ബിജു മർദ്ദിച്ചതായി കാണിച്ച് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പരാതി പ്രകാരം ബിജുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പ്രകോപനമില്ലാതെ ഇൻസ്പെക്ടർ MT രമേശ് നെഞ്ചത്ത് ആഞ്ഞടിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവശനായി വീണ ബിജുവിനെ പോലീസ് ജീപ്പിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം വലപ്പാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മുൻമന്ത്രി VS സുനിൽകുമാർ അടക്കം നിരവധി പേർ ബിജുവിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി SP അടക്കമുള്ള ഉന്നതർക്ക് പരാതി കൊടുക്കാനാണ് ബിജുവിന്റെ നീക്കം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8185 രൂപ, പവന് 65480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തങ്ങൾക്കുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. ചേർപ്പ് CNN സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചേർപ്പ് ജനമൈത്രി പോലീസും ടീം 360 ചേർപ്പും തമ്മിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SI M അഫ്സൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.